ആളുകളും ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയേണ്ടത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരെയാണ് ചോദ്യങ്ങൾ വരിക, ഓരോ ചാപ്റ്റേഴ്സും എത്ര മാർക്കിന് വരെ ചോദ്യങ്ങൾ വരും എന്നുള്ളതായിരിക്കും അല്ലേ? സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിങ് ക്രിസ്മസ് എക്സാം പോർഷൻസ് ആൻഡ് വെയിറ്റേജ് ഓഫ് ഈച്ച് ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ ഓരോ ചാപ്റ്റേഴ്സിനും എത്ര മാർക്കിന് ചോദ്യങ്ങൾ വരാറുണ്ട്, ആൻഡ് അതേപോലെ തന്നെ ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 1-ൽ നിന്നും യൂണിറ്റ് 2-ൽ നിന്നും നമുക്ക് എത്ര മാർക്കിന് വരെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാടാ? 10 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 1-ഉം യൂണിറ്റ് 2-ലും അതായത് ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതിന്ന് ചോദ്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് ആ മാർക്ക് മിസ്സാക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, തീരെയും ഈ ഭാഗം നിങ്ങൾ നോക്കാതിരിക്കരുത്, മറിച്ച് എന്ത് ചെയ്യണം, ഒന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, 2022-ലും ഈ ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ 5 മാർക്കിന് വരെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ചാപ്റ്റർ മേബി അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ എല്ലാ ചാപ്റ്ററും ചോദിക്കും എന്നുള്ളതല്ല, ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ചോദിക്കുക. സോ എന്ത് ചെയ്യണം, എല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ അടുത്തത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ ചാപ്റ്റേഴ്സ് നോക്ക്. ദ ലൈറ്റ് ഓൺ ദ ഹിൽസിൽ നിന്ന് 2018-19 10 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ 5 മാർക്സിന്, ഇവിടെ നോക്ക് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ 4 മാർക്ക് ഗ്രാമറിനും ചോദിച്ചത് ഈ ഒരു ചാപ്റ്ററിന്റെ പാസേജ് തന്നിട്ടാണ് എന്നുള്ള. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് 10 മാർക്ക് വരെ പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ അടുത്ത ചാപ്റ്റർ റോസ പാർക്ക് ഫാറ്റ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. സോ ഇവിടെ 10, 15, 5 അല്ലെ, ഈ ഒരു രീതിയിൽ വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ 15 മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, യെസ്. സോ അടുത്തത് ദ സോവർ എന്ന് പറഞ്ഞിട്ടുള്ള പോമാണ് അല്ലെ. സോ ഇവിടെ നമുക്ക് 5 മാർക്കിന് വരെയുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ദെൻ ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പോമാണ്. ആ ഒരു പോയത്തിൽ നിന്നും നമുക്ക് 5 മാർക്ക് വരെ നമുക്ക് ചോദ്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, ദെൻ സോങ് ഓഫ് ദ ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിന് 5 മാർക്ക് വരെ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ അതേപോലെ തന്നെ ഫസ്റ്റ് ഷോവേഴ്സിൽ ഈ ഒരു ചാപ്റ്ററിന് 2018-ൽ ഒരു ചോദ്യം വന്നിട്ടില്ല. ആൻഡ് അതേപോലെ തന്നെ 2019-ലും ഒരു ചോദ്യം വന്നിട്ടില്ല. ദെൻ 2022-ലും ഒരു ചോദ്യം വന്നിട്ടില്ല. പക്ഷെ നമ്മൾ പഠിക്കാതിരിക്കരുത്. കാരണം എന്ത് ചെയ്യാം, ചിലപ്പോൾ ഈ വർഷം അവരൊരു മാറ്റം കൊണ്ടുവന്നാലോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അഥവാ ചോദ്യം വന്നാൽ അല്ലെ, ഒരു 5 മാർക്കിനൊക്കെ ചിലപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചോദ്യങ്ങൾ നമ്മൾ കാണണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ആൻഡ് റൈം സ്കീം അതേപോലെയല്ല, ജസ്റ്റ് അതിൻ്റെ തീമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് ദ നൈറ്റിംഗൽ ആൻഡ് ദ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ അല്ലേ. ഈ ഒരു ചാപ്റ്ററിന് 5 മാർക്സ്, ദെൻ അതേപോലെ തന്നെ 10 മാർക്സ് വരെ ചോദിച്ചിട്ടുണ്ട്. സോ ഒരു 10 മാർക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, ദെൻ അടുത്ത ചാപ്റ്റർ എ ഡേ ഇൻ ദ കൺട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഒരു ചോദ്യം വരെ 2018-19-ലും ചോദിച്ചിട്ടില്ല. ദെൻ 2019-20-ലും ചോദിച്ചിട്ടില്ല. 2022-ലും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് കഴിഞ്ഞ ഇയറിൽ 2022-ൽ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഒരൊറ്റ ചോദ്യം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ വർഷം മാബി ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. സോ ഇത്രയും മാർക്ക് എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള. ഓക്കെ അല്ലേ? അപ്പോൾ യൂണിറ്റ് 3-ലെ ഓരോ ചാപ്റ്റേഴ്സും എത്രത്തോളമാണ് ഇമ്പോർട്ടൻറ്റ്, ദെൻ യൂണിറ്റ് 4-ൽ നിന്നും എത്ര മാർക്കിന് വരെ നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ദെൻ അതേപോലെ തന്നെ ഗ്രാമറിന് പൊതുവെ 7 മാർക്സിനാണ് നമ്മൾ ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. ദെൻ അതേപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യും, ഒരു 5 മാർക്സിന് വരെ നിങ്ങൾക്ക് അറിയാത്ത പാസേജിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ള. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയല്ലോടാ, എങ്ങനെയൊക്കെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, എത്ര വരെ മാർക്കിന് ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.